أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه. إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم فاستغفر لهم الله إن الله غفور رحيم. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുന്നൂർ അഥവാ പ്രകാശം എന്ന പേരിലുള്ള ഈ സൂറത്തിൻ്റെ അവസാനത്തെ 3 ആയത്തുകളാണ് ഓതിവെച്ചത്. 62, 63, 64 ആയത്തുകൾ. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിഇൻ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂഹു. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും സത്യവിശ്വാസികൾ, അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവർ മാത്രമാണ്. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവർ മാത്രമാണ് വിശ്വാസികൾ. വൈദാ കാനൂ മഅഹു, അവർ അദ്ദേഹത്തോടൊപ്പമാണ് എങ്കിൽ, അലാ അംരിൻ ജാമിൻ, ഒരു പൊതുവായ കാര്യത്തിൽ അവർ റസൂലിനോട് കൂടെയാണ് എങ്കിൽ, ലം യദ്ഹബു, അവർ പുറത്തു പോവുകയില്ല, ഹത്താ യസ്തഅ്ദിനൂഹു, അദ്ദേഹത്തോട് അനുവാദം വാങ്ങിയിട്ടല്ലാതെ. അവരൊരു പൊതുകാര്യത്തിൽ റസൂലിൻ്റെ കൂടെയാണ് എങ്കിൽ അദ്ദേഹത്തോട് അനുവാദം വാങ്ങിയിട്ടല്ലാതെ അവർ പുറത്തു പോവുകയേയില്ല. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക, തീർച്ചയായും താങ്കളോട് അനുവാദം ചോദിക്കുന്നവർ, ഉലായിക്ക, അക്കൂട്ടർ, അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അവർ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവരാണ്. താങ്കളോട് പുറത്തു പോകാൻ അനുവാദം ചോദിക്കുന്ന ആളുകൾ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവർ തന്നെയാണ്. ഫൈദസ്തഅ്ദിനൂക, അവർ നിന്നോട് അനുവാദം ചോദിച്ചാൽ, ലിബഅദി ശഅനിഹിം, അവരുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, അവരുടെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി അവർ താങ്കളോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ, ഫഅദൻ, താങ്കൾക്ക് അനുവാദം കൊടുക്കാൻ, ലിമൻ ശിഅ്ത മിൻഹും, അവരിൽ നിന്നും താങ്കൾ ഉദ്ദേശിച്ചവർക്ക്. അവർ താങ്കളോട് അനുവാദം ചോദിച്ചാൽ താങ്കൾക്ക് ഉദ്ദേശമുള്ളവർക്ക് പുറത്തു പോകാനുള്ള അനുവാദം കൊടുക്കാം. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂർ റഹീം, തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ലാ തജ്അലൂ ദുആ റസൂലി, പ്രവാചകൻ്റെ വിളി അല്ലെങ്കിൽ പ്രവാചകൻ്റെ പ്രാർത്ഥന, ബൈനക്കും, നിങ്ങൾക്കിടയിൽ പ്രവാചകൻ്റെ വിളിയെ കദുആഇ ബഅദുക്കും ബഅദ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ കണക്കാക്കരുത്. ലാ തജാലു, നിങ്ങൾ കണക്കാക്കരുത്, ദുആ റസൂലി, റസൂലിൻ്റെ വിളിയെ,
ബൈനക്കും നിങ്ങൾക്കിടയിലുള്ള കദ്വായി ബാലിക്കും ബാല നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെയാക്കരുത്. റസൂല് നിങ്ങളെ വിളിക്കുകയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കിടയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ആ വിളിയും നിങ്ങൾ പരസ്പരം വിളിക്കുന്ന വിളിയും ഒരുപോലെയായി കാണരുത്. ഖദിയഅലമുല്ലാഹു തീർച്ചയായും അള്ളാഹുവിനറിയാം അല്ലദീന യതസല്ലലുന മിൻകും ലിവാദൻ മറ്റുള്ളവരുടെ മറ പിടിച്ചുകൊണ്ട് പുറത്ത് ചാടുന്ന ആളുകളെ സംബന്ധിച്ച്, മറ്റുള്ളവരുടെ മറ പിടിച്ച് പുറത്ത് ചാടുന്നവരെ സംബന്ധിച്ച് അള്ളാഹുവിന് ശരിക്കറിയാം. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി ഫല്യഹ്ദർ അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളട്ടെ. അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി കാര്യങ്ങളിൽ റസൂലിനോട് എതിര് നിൽക്കുന്ന ആളുകൾ, റസൂലിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ ശരിക്കും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവർ ഓർത്തുകൊള്ളണം. അൻ തുസീബഹും ഫിത്ന അവർക്കൊരു പക്ഷേ വല്ല ഫിത്നയും ബാധിച്ചേക്കാം, വല്ല കുഴപ്പവും അവർക്കുണ്ടായേക്കാം. ഔ യുസീബഹും അദാബുൻ അലീം അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടിയെന്നും വരാം. അല അറിഞ്ഞുകൊള്ളുക, ഇന്ന ലില്ലാഹി മാ ഫിസ്സമാവാതി വൽ അർദ് തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം തന്നെ. ഖദിയഅലം തീർച്ചയായും അവൻ അറിയുന്നു, മാ അൻതും അലൈഹി നിങ്ങൾ ഏതൊന്നിലാണ് എന്നതിനെ സംബന്ധിച്ചു. വയൗമ യുർജഊന ഇലൈഹി അവങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസം, ഫൈനബ്യൂഹും അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ബിമാ അമിലു നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ദിവസം നിങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം അള്ളാഹു എല്ലാറ്റിനെ സംബന്ധിച്ചിട്ടും അറിയുന്നവനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹത്തിൽ പുറത്ത് വിശ്വസിക്കുകയും ഉള്ളിൽ വിശ്വാസം കാണിക്കാത്തയും ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. റസൂൽ അവരെ സംബന്ധിച്ച് ഇടക്കിടക്കൊക്കെ സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ആ ആളുകളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമാണ് വിശ്വാസികൾ. പേരുകൊണ്ട് മാത്രം വിശ്വാസികളായാൽ വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ റസൂലിനെ സംബന്ധിച്ച് റസൂലിനെ ശരിക്കും വിശ്വാസമുള്ള ആൾക്കാർ മാത്രമേ സത്യവിശ്വാസിയാവുള്ളൂ എന്നാണ് പറയുന്നത്. ആ തരത്തിലുള്ള ആളുകൾ വൈദാക്കാനും മാഹു അല അംരിൻ ജാമ്യൻ ഒരു പൊതുകാര്യത്തിൽ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയാണെന്ന് വിചാരിച്ചാൽ ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനൂഹു അദ്ദേഹത്തിന് അനുവാദം കിട്ടുന്നവരെ അവരാരും പോകില്ല. പക്ഷേ അവരുടെ ഇടയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചില ആൾക്കാർ അവർ കണ്ണുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് ഓരോരുത്തരായി മെല്ലെ മെല്ലെ റസൂലിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്വഭാവം പൊതുവെ ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ കാണിക്കുന്നത് അർത്ഥം. അങ്ങനെ പോകാൻ പാടില്ല. പിന്നെ റസൂലിൻ്റെ അനുവാദം ചോദിക്കുന്നത് ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലൈകല്ലദീന യുമിനൂന ബില്ലാഹി വ റസൂലിഹി താങ്കളോട് അനുവാദം ചോദിക്കുന്ന ആളുകൾ അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഫൈദസ്തഅ്ദിനൂക അവർ താങ്കളോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ ഈ ബാലി ഷഹനിഹിം അവരുടെ വല്ല ആവശ്യത്തിനും വേണ്ടി ഫൈദൻ ലിമൻ ശീത മിൻഹും താങ്കൾക്ക് ഉദ്ദേശമുള്ള ആൾക്കാർക്ക് താങ്കൾക്ക് അനുവാദം കൊടുക്കാം. അത് താങ്കളുടെ ഇഷ്ടമാണെന്നർത്ഥം. താങ്കൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. അനുവാദം കിട്ടിയാലേ പുറത്ത് പോകാൻ പാടുള്ളൂ. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് താങ്കൾ പൊറുക്കലിനെ തേടുകയും ചെയ്യണം. ഇന്നല്ലാഹു ഗഫൂർ റഹീം അള്ളാഹു പൊറുക്കുന്നവൻ കരുണാനിധിയുമാണ്. അപ്പോൾ ആ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അനുവാദം ചോദിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണേണ്ടതുണ്ട്. അപ്രകാരം അനുവാദം ചോദിച്ച് സദസ്സ് വിട്ടു പോകുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുകയും വേണം എന്നുകൂടി റസൂലിനോട് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലാ തജാലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബാലിക്കും ബാല നിങ്ങൾക്കിടയിൽ നിന്ന് റസൂലിൻ്റെ സംബന്ധിച്ചുള്ള വിളിയെ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ കാണരുത്. അതായത് രണ്ട് രൂപത്തിലാണ് ഇതിനർത്ഥം പറഞ്ഞത്. ഒന്ന് ഹേ മുഹമ്മദ് എന്നൊക്കെ വിളിച്ചിട്ട് റസൂലിനോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ മുനാഫിക്കൽപ്പെട്ട ആൾക്കാരാണ്. യാതൊരു വിധത്തിലുള്ള
ബഹുമാനവും റസൂലിന് കാണിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വിളിക്കുന്നത് പോലെ വിളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉച്ചത്തിൽ വിളിക്കുക, പരസ്പരം വിളിക്കുന്നത് പോലെ തന്നെ ഭയങ്കര ശബ്ദത്തിൽ റസൂലിനോട് വിളിക്കുക. ഇത് രണ്ടും അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനക്കുറവാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ സംസാരിച്ചത്. നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ റസൂലിനെ വിളിയെ കാണരുത്. മറ്റൊന്ന്, ആർക്കെങ്കിലും റസൂൽ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുവാദത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കും അതേ ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാർ, അതാണ് അല്ലദീന യതസല്ലലുന മിൻകും ലിവാദൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മറ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും റസൂൽ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുവാദം വെച്ചുകൊണ്ട് ഞങ്ങൾക്കും അതേമാതിരി പ്രശ്നങ്ങൾ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞങ്ങളും പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതാണ് ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലുന മിൻകും ലിവാദൻ. മറ്റുള്ളവരെ മറ പിടിച്ച് പുറത്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന് ശരിക്കറിയാം. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ തീർച്ചയായും തങ്ങൾക്ക് വല്ല ആപത്തും സംഭവിക്കുകയോ അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ സംഭവിക്കുകയോ ചെയ്യുന്നത് ഓർത്തുകൊള്ളട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്. അന്തുസീബഹും ഫിത്നത്തൻ ഔ യുസീബഹും അദാബുൻ അലീം. ഒന്നുകിൽ അവർക്ക് ഇവിടുന്ന് തന്നെ അന്തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് വല്ല ഫിത്തനയും വന്നു ഭവിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഠിനമായ വേദനാജനകമായ ശിക്ഷ പിടികൂടുന്നതും അവർ ഓർത്തുകൊള്ളട്ടെ. കാരണം റസൂലിൻ്റെ നേതൃത്വത്തെ അങ്ങനെ വിസ്മരിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വിശദമാക്കി തരുന്നത്. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയും നിങ്ങൾ സൂക്ഷിക്കണം എന്നുകൂടി ഇതിന് അർത്ഥമുണ്ട്. നിർബന്ധമായും റസൂലിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എതിരായി പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഇതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവസാനത്തെ ആയത്ത് അലാ ഇന്ന ലില്ലാഹി മാ ഫി സമാവാതി വൽ അർദ്. ഈ ഭൂമിയിലുള്ള ആകാശങ്ങളിലുള്ള മുഴുവനും ഭൂമിയിലുള്ള മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. ഖദ് യഅലമു മാ അൻതും അലൈഹി. നിങ്ങൾ ഏതൊരവസ്ഥയിലാണ്, ഏതൊരു നിലപാടിലാണ് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. വയൗമ യുർജഊന ഇലൈഹി ഫയുനബ്ബിഹും. നിങ്ങൾ അവങ്കിലേക്ക് മടങ്ങുന്ന ദിവസം തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിങ്ങൾക്ക് ഫയുനബ്ബിഹും, അവൻ നിങ്ങൾക്ക് അതേപ്പറ്റി പറഞ്ഞു തരും. ബിമാ അമിലു, നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അറിവുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിൻ്റെ റസൂല് കാണാത്ത രൂപത്തിൽ അല്ലെങ്കിൽ മനസ്സിലാവാത്ത രൂപത്തിലാണെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തു പോകാൻ നിൽക്കേണ്ടതില്ല. കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ചൊക്കെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ തീർച്ചയായും എതിരാണെന്ന് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല നബിയുടെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ പാലിക്കപ്പെടേണ്ടതാണ് എന്നുകൂടി ഇതിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്താണിത്. സമയമെടുത്തുകൊണ്ട് നമ്മൾ ഈ സംസാരിച്ച സംസാരങ്ങളൊക്കെ തന്നെ സമയമെടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേർവഴി കാണിച്ച് തെരുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റികളും അല്ലാഹു നമ്മൾ മാപ്പാക്കി തരികയും ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.